ഹലോ ഗായ്സ്. ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞ എസ്പെഷ്യലി ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാളോട് ചോദിക്കുകയാണ് ഇനി എന്താ ചെയ്യാൻ താല്പര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ പേര് പറയുന്ന ഒരു കാര്യമാണ് CAD പഠിക്കാൻ പോകണം. നമ്മുടെ അവിടെ ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. CAD പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ജോലി സാധ്യതയുണ്ട്, അല്ലെങ്കിൽ CAD പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. സംഭവം ശരി തന്നെയാണ്. പക്ഷേ നമ്മളിപ്പോഴും ഓട്ടോ ക്യാഡും അങ്ങനത്തെ ഔട്ട്ഡേറ്റഡ് സോഫ്റ്റ്വെയർസ് മാത്രം പഠിച്ചിട്ടുണ്ടെന്നിട്ട് കാര്യമില്ല. അപ്ഡേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ കുറെ ഓപ്ഷൻസ് നിങ്ങൾ ഇപ്പോൾ എനിക്കറിയാം നിങ്ങൾ സെലക്ട് നോക്കുന്നുണ്ടാവും. പല പല എന്താ പറയുക, പല പല സോഫ്റ്റ്വെയർസിനെ കുറിച്ച് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടാവും. NX കാറ്റിയ, സോളിഡ് വർക്ക്സ്, ക്രിയോ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷെ എന്നാ കുറെ പേര് കേൾക്കാത്ത ഒരു സോഫ്റ്റ്വെയർ ആണ് ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വരുന്നത്. കാരണം നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ യാതൊരു വക ഇൻസ്റ്റാളേഷനും ഇല്ലാണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റണമെങ്കിൽ അതൊരു നിങ്ങൾക്കൊരു നിങ്ങളുടെ റെസ്യൂമേൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇപ്പൊ എല്ലായിടത്തും 3D പ്രിന്റിംഗ് ആണ് അല്ലെ? എല്ലായിടത്തും നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ഡിസൈൻ ഉണ്ടാക്കി പെട്ടെന്ന് നമുക്കത് പ്രോട്ടോടൈപ്പ് ചെയ്ത് നോക്കാനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമിലേക്കാണ് ഇപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അപ്പോ അങ്ങനെ ഒരു അവസരത്തിൽ ഇപ്പൊ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഒരു സോഫ്റ്റ്വെയർ പഠിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ റെസ്യൂമേയിൽ അത് നിങ്ങൾ ഡിഗ്രി കഴിയണ സമയത്തൊക്കെ ആ സമയമാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലേസ്മെന്റ്സ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ റെസ്യൂമെ പുഷ് ചെയ്യാൻ പറ്റും. ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കാലഘട്ടത്തോ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തോ ഒക്കെ നിങ്ങൾ ഈ ഒരു സോഫ്റ്റ്വെയറോ ഈ ഒരു സോഫ്റ്റ്വെയർ ഫ്രീ ആയിട്ട് നിങ്ങൾ പഠിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ എന്താ പറയുക, ഈ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ബാക്കിയുള്ള സോഫ്റ്റ്വെയറിലായാലും യൂസ് ചെയ്യാനും പറ്റും. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കുറച്ച് നോളജും കിട്ടും. ഇപ്പോ ഈ ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ കുറച്ച് നാളായി പല പല സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഡിസൈൻ എഞ്ചിനീയർ ആണ്. ഇപ്പൊ ഡിസൈൻ മേഖലയിൽ ജോലി ചെയ്ത് 10 ഇയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. കുറച്ച് നാള് ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, കുറച്ച് നാൾ അബ്രോഡ് വർക്ക് ചെയ്യുന്നു. ഇതൊക്കെ ഞാൻ വെച്ച് നോക്കുമ്പോൾ ഡിസൈൻ ഇസ് ആക്ച്വലി വെരി ഗുഡ് ഫീൽഡ് ഇൻ മെക്കാനിക്കൽ. അപ്പൊ നല്ല അത്യാവശ്യം നമുക്ക് ഗ്രോത്ത് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫീൽഡ് തന്നെയാണ് ഡിസൈൻ. അതിനോട് ടാലന്റ് ഉള്ളവർക്കും അതിനോട് ഇഷ്ടമുള്ളവർക്കും എനിക്ക് തോന്നുന്നു ഡിസൈൻ എൻജോയ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണെങ്കിൽ CAD പഠിക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷെ അത് ഏത് പ്ലാറ്റ്ഫോം ആണ് പഠിക്കേണ്ടത് എന്ന് കറക്റ്റ് ആക്കി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. ഞാൻ ഈ ഇപ്പോ സോളിഡ് വർക്ക്സ് യൂസ് ചെയ്തതിലും കാറ്റി യൂസ് ചെയ്തതിനും ക്രിയോ യൂസ് ചെയ്തിട്ടുണ്ട്, NX യൂസ് ചെയ്തിട്ടുണ്ട്. ഒട്ടുമിക്ക ഓട്ടോമോട്ടീവ് കമ്പനീസും എല്ലാം യൂസ് ചെയ്യുന്നത് കാറ്റിയ തന്നെയാണ്. എയറോസ്പേസ് ആയാലും വലിയ കമ്പനീസ് ഒക്കെ യൂസ് ചെയ്യുന്നതും കാറ്റിയ അല്ലെങ്കിൽ NX ആണ്. ഇത് വേറൊന്നും കൊണ്ടല്ല, അതിന്റെ കേപ്പബിലിറ്റി വളരെ ഹൈ ആണ്. അതിന് അത്രയും കേപ്പബിൾ ആയ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതേ സമയത്ത് നിങ്ങൾക്ക് ഇപ്പോ ഒരു ചെറിയ കമ്പനീസ് ഒക്കെ ആണെങ്കിൽ, മിഡ് സ്കെയിൽ കമ്പനീസ് ഒക്കെ എപ്പോഴും ക്രിയോ അല്ലെങ്കിൽ സോളിഡ് വർക്ക്സ് ആണ് ഏറ്റവും കൂടുതലും ഞാൻ കണ്ടിട്ടുള്ള കുറെ സ്ഥലത്ത് സോളിഡ് വർക്ക്സ് ഉപയോഗിക്കുന്നത്. കാരണം സോളിഡ് വർക്ക്സിന്റെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. അത് യൂസർ ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് എളുപ്പം പഠിച്ചെടുക്കാനും പറ്റും. പിന്നെ അതിന്റെ ലൈസൻസ് കോസ്റ്റും കുറവാണ്. പെട്ടെന്ന് അപ്പൊ അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക സ്റ്റാർട്ടപ്സോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരുവിധം മോഡറേറ്റ് ഡിസൈൻ ജോബ്സ് വേണ്ട കമ്പനീസ് എല്ലാവരും സോളിഡ് വർക്ക്സ് ഉപയോഗിക്കുന്നു. അങ്ങനെ സോളിഡ് വർക്ക്സ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇപ്പൊ ഞാൻ ഈ കാണിക്കുന്ന ഈ സോഫ്റ്റ്വെയർ ഇപ്പോ പതുക്കെ പതുക്കെ കയറി കയറി വരുന്നുണ്ടെന്ന് ആണ് ഞാൻ പറയുള്ളൂ. ആ ഒരു സോഫ്റ്റ്വെയറിന്റെ പേരാണ് ഓൺഷേപ്പ്. അപ്പൊ നിങ്ങൾ ഇത് എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യേണ്ട സമയമായെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ സോഫ്റ്റ്വെയറിന്റെ കേപ്പബിലിറ്റീസ് അത് വളരെ നന്നായിക്കൊണ്ട് വളരെ വളരെ ഡിഫറെന്റ് ആണ്. അപ്പോ ഒരു ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് വെറും ഒരു ക്രോം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അന്ന് ഇപ്പോ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ള ഒരു ലാപ്ടോപ്പ് കമ്പ്യൂട്ടറും അത്ര ഹൈ എൻഡ് ലാപ്ടോപ്സ് ഒന്നും ആയിരിക്കില്ല നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് പഠിക്കാൻ. അങ്ങനെ ഒരു ഇതും വേണ്ട. നിങ്ങൾക്ക് ചെറിയൊരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ
ഒരു ഇന്റർനെറ്റ് കണക്ഷൻ വെച്ച് മാത്രമേ നിങ്ങൾക്ക് CAD പഠിക്കാൻ പറ്റും. ഇതിന് നിങ്ങൾക്ക് ക്രാക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അൺഓതറൈസ്ഡ് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു ബെനിഫിറ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഓൺഷേപ്പ് സജസ്റ്റ് ചെയ്യുന്നത്. ഈ സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്റെ ഈ ചാനലിൽ തന്നെ ഈ ഇതിന്റെ അടിയിൽ ഞാനൊരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതില് ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. അതിന്റെ മെയിൻ ആയിട്ട് ഉള്ള ക്ലാസ്സസും അതിന്റെ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഓൺഷേപ്പ് യൂസ് ചെയ്യാം നിങ്ങളുടെ ഇതിന് വേണ്ടിയിട്ടും കാര്യങ്ങൾക്കൊക്കെ അതിൽ നിങ്ങൾക്ക് കമന്റ്സിൽ നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ട ഹെൽപ്പും ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. അപ്പൊ എനിക്കറിയാം നിങ്ങൾ ഒരുവിധം എല്ലാവരും ഈ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് പ്രൊജക്ട്സ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഹോബി ആയിട്ട് നിങ്ങൾ പ്രൊജക്ട്സ് ചെയ്യുന്ന ആൾക്കാർ കുറെ പേരുണ്ടാവും. അവർക്കും ചിലപ്പോ വല്ല CAD സപ്പോർട്ടൊക്കെ വേണ്ടി വരുമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളപ്പോഴും എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ള വർക്കുകൾക്കും ഞാൻ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോ ഈ ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് പഠിക്കുക വളരെ ഹെൽപ്ഫുൾ ആണത്. നമുക്ക് ഒരുമിച്ച് പഠിക്കാം. അപ്പോ എന്തായാലും ഹാപ്പി ലേണിംഗ്. ഡു ചെക്ക് ഔട്ട് മൈ വീഡിയോസ്. താങ്ക് യു ഗൈസ്. ടേക്ക് കെയർ.